എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടി വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് 2020 മുതൽ JKR അക്കാഡമിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. നമ്മുടെ അതിനു വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ അക്കാഡമിയുടെ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിജയമായിട്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. നിലവിലുള്ള പ്രായപരിധി 18 to 36 ആയിരുന്നത് ഇപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെയും, SC/ST വിഭാഗത്തിന് 45 വയസ്സ് വരെയും, OBC-കാർക്ക് 43 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്കെല്ലാം തന്നെ ഈ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്നത്. അതനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു ദൈവം അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അത്രയധികം ബുദ്ധിമുട്ടുള്ള കൊറോണയും അതുപോലെ തന്നെ മറ്റ് പ്രിലിമിനറി എക്സാമുകളൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികളെ ഒത്തിരിയധികം അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ LDC, LGST പോലുള്ള തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ധാരാളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരു സമയത്തായിരുന്നു ഏജ് ലിമിറ്റ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും JKR അക്കാഡമിയുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഞാൻ പഠിപ്പിച്ച ധാരാളം ഉദ്യോഗാർത്ഥികൾ ഗ്രൂപ്പിലേക്ക് വരികയും അവര് എല്ലാവരും കൂടി ചേർന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിവേദനങ്ങളൊക്കെ തയ്യാറായി കൊടുക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ നമ്മുടെ സർക്കാരിനൊക്കെ ആയിട്ട് നിവേദനങ്ങളൊക്കെ തയ്യാറായി കൊടുക്കുകയും അവര് പ്രസ്തുത നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയും അതിനുശേഷം അവരുടെ കൂട്ടായ്മയിൽ കുറെ അധികം കുട്ടികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവര് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിന്റെ ഫലമായി എന്നോട് ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടാണ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇന്ന ഭാഗത്ത് ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എന്നോട് ചോദിക്കുകയാണ്. സാറേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഏജ് റിലാക്സേഷൻ വിജയത്തിന് മുന്നിൽ JKR അക്കാഡമിയുടെ പ്രവർത്തനം വളരെയധികം വലുതാണ്. അത്രയധികം നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ആ ഒരു വിജയം നമുക്ക് ഇന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത്. അതോടുകൂടി നിങ്ങൾക്ക് ഇനിയും വരുന്ന നോട്ടിഫിക്കേഷൻ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടുകയും പുറകിലുള്ള ഇപ്പോൾ ഇനി ഏജിലും ഓവറായി വരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഈ 40 വയസ്സിലേക്ക് ഉയർത്തിയത് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷകൾ എഴുതാനും നല്ല ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാനും ഒക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.